ക്യൂബയിൽ ഇപ്പം നടക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ അമേരിക്ക ഓൾറെഡി ഓയിൽ കൊടുക്കൂല എന്ന് മറ്റുള്ള രാജ്യങ്ങളോടൊന്നും ക്യൂബക്ക് ഓയിൽ കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. ഓയിൽ മാത്രം വെച്ചിട്ടാണ് കറണ്ട് ഉൽപ്പാദനവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട, ഓയിൽ മാത്രം വെച്ചിട്ടല്ല, അവിടെ തെർമൽ പ്ലാന്റ്സ് മറ്റുള്ള പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഓയിലാണ് അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ടായി. അമേരിക്ക വിചാരിച്ചാൽ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ പറ്റുമെന്ന് അമേരിക്ക കാണിച്ചു തരാണ് ചെയ്തത്. ഇതുപോലെ അമേരിക്ക ഇറാനുമായുള്ള ഈ യുദ്ധത്തിൽ ഇന്ത്യയിൽ എനർജി ലോക്ക്ഡൗൺ ഉണ്ടാവും എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. എനർജി ലോക്ക്ഡൗണിൻ്റെ എല്ലാ ഭവിഷ്യത്തും ഇന്ന് മനസ്സിലാവണമെങ്കിൽ വിദേശ മാധ്യമങ്ങളൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ക്യൂബൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളൊന്ന് വായിച്ചത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എനർജി ലോക്ക്ഡൗണിലേക്ക് പോവാതിരിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, ഈ ഉപയോഗങ്ങളൊക്കെ മാക്സിമം വെട്ടിച്ചുരുക്കിയിട്ട് മാക്സിമം അത്യാവശ്യങ്ങൾക്ക് മാത്രം ഇപ്പം കിട്ടുന്ന എനർജി സോഴ്സുകളൊക്കെ ഉപയോഗിക്കുക. അപ്പം എല്ലാവരും അവെയർ ആയിരിക്കുക.